നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സിനിമാ ലോകത്തെ വളരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമാ ലോകത്ത് തൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം നേടാൻ കഴിഞ്ഞ ഒരു നടി തന്നെയാണ് രേവതി. 80കളിൽ അഭിനയ രംഗത്തേക്കും കടന്നു വന്ന രേവതി നിരവധി മികച്ച സിനിമകളുടെ ഭാഗമായി മാറിയിരുന്നു. ശ്രദ്ധേയ കഥാപാത്രങ്ങൾ രേവതിയെ തേടി തുടരെ വന്നു. സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ രേവതി വളരെ ശ്രദ്ധാലുവാണ്. മലയാളത്തിലും തമിഴിലും ഇക്കാര്യത്തിൽ നടി ഉറച്ചു തന്നെ നിന്നിരുന്നു. തമിഴകത്ത് രേവതിക്ക് വേണ്ടി തിരക്കഥകളുണ്ടായി. പ്രഗത്ഭരായ സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും സിനിമകൾ രേവതിക്ക് തുടരെ ലഭിച്ചു. കരിയറിലെ ഒരു ഘട്ടത്തിൽ സംവിധാനത്തിലേക്കും രേവതി കടന്നിരുന്നു. നിരൂപക പ്രശംസയും പുരസ്കാരങ്ങളും നേടിയ ഒരുപിടി സിനിമകൾ രേവതി സംവിധാനം ചെയ്യുകയും ചെയ്തു. നടിയുടെ വ്യക്തിജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. മാഹി എന്നാണ് രേവതിയുടെ മകളുടെ പേര്. സിംഗിൾ മദറാണ് നടി. IVF-ലൂടെയാണ് രേവതി അമ്മയായത്. അമ്മയാകുക എന്നത് രേവതിയുടെ ഏറെ നാളത്തെ ഒരു സ്വപ്നമായിരുന്നു. അതേസമയം കുഞ്ഞ് പിറന്ന വിവരം രേവതി കുറേ കാലം മാധ്യമങ്ങളിൽ നിന്ന് പോലും മറച്ചുവെച്ചിരുന്നു. സിനിമാ ലോകത്ത് നടിയെ കാണാതായപ്പോൾ അക്കാലത്ത് ചോദ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഒടുവിൽ തൻ്റെ 48ാം പിറന്നാൾ ദിനത്തിലാണ് രേവതി ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. കുറച്ച് വർഷമായി താൻ സിനിമാ ലോകത്ത് നിന്നും അപ്രത്യക്ഷമായതിൻ്റെ കാരണവും പങ്കുവച്ചിരുന്നു. മകൾ മാഹി എൻ്റെ ജീവിതമാകെ മാറ്റിയിരുന്നു. മനോഹരമായ നിമിഷങ്ങൾ നിറയുകയാണ്. തന്നെ പിന്തുണച്ച എല്ലാവരോടും ഈ സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രേവതി വ്യക്തമാക്കി. രേവതി മകളെ ദത്തെടുത്തതാണെന്ന് അഭ്യൂഹം വന്നിരുന്നു. എന്നാൽ നടി ഇത് നിഷേധിക്കുകയും IVF-ലൂടെയാണ് കുഞ്ഞ് പിറന്നത് എന്നൊക്കെ ദത്തെടുക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് നടന്നില്ലെന്നും രേവതി വ്യക്തമാക്കിയിരുന്നു. IVF ദൈവത്തിൻ്റെ സമ്മാനം പോലെയായിരുന്നു. മാതാപിതാക്കളുടെ പിന്തുണയോടെയാണ് ഈ പ്രോസസ്സിലൂടെ പോയത്. ജനനത്തെക്കുറിച്ച് മകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായത്തിൽ താൻ അവളോട് തുറന്നു പറയും എന്നും രേവതി അന്ന് വ്യക്തമാക്കിയിരുന്നു. വിവാഹമോചനം നേടി വർഷങ്ങൾക്കിപ്പുറമാണ് രേവതി അമ്മയാകുന്നത്. സിനിമ ഓട്ടോഗ്രാഫറും അതുപോലെ സംവിധായകനുമായ സുരേഷ് ചന്ദ്ര മേനോനായിരുന്നു രേവതിയുടെ ഭർത്താവ്. പ്രണയിച്ച് വിവാഹം ചെയ്തവരാണിവർ. 1986-ൽ വിവാഹിതരായ ഇരുവരും 2013-ൽ വേർപിരിഞ്ഞു. നിയമപരമായി വേർപിരിയുന്നതിന് ഏറെക്കാലം മുന്നേ ഇരുവരും അകന്നു കഴിയുകയായിരുന്നു. തങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്നും ഭാര്യ ഭർത്താവ് എന്നീ നിലകളിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെന്നും രേവതി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. വേർപിരിഞ്ഞ് താമസിച്ച 5 വർഷത്തിനു ശേഷം വീണ്ടും ഒരുമിക്കണോ എന്ന് അവർ ആലോചിച്ചു. എന്നാൽ രണ്ടുപേരും അത് വേണ്ടെന്ന തീരുമാനത്തിലെത്തിയെന്നും രേവതി നേരത്തെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. തൻ്റെ സ്വകാര്യ വിഷയങ്ങളെക്കുറിച്ച് രേവതി ഇപ്പോൾ തുറന്ന് സംസാരിക്കാറില്ല. മകളെ ലൈംലൈറ്റിൽ നിന്നും മാറ്റി നിർത്താനും ശ്രദ്ധിക്കാറുണ്ട്. അടുത്തിടെ നടി രാധയുടെ മകൾ കാർത്തിക നായരുടെ വിവാഹത്തിന് രേവതി എത്തിയത് മകൾക്കൊപ്പമായിരുന്നു. മകളുടെ ഫോട്ടോകൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ രേവതിയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നിറയുന്നത് രഞ്ജിത്തിൻ്റെ ലൈംഗികാരോപണത്തിൽ രഞ്ജിത്തിൻ്റെ പേര് പുറത്തു വന്നതിന് പിന്നാലെയാണ്. അത് എന്തുകൊണ്ടെന്നാൽ യുവ നടൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നതിനിടയിൽ പറഞ്ഞ ഒരു വാക്കുകളാണ്. തൻ്റെ നഗ്നചിത്രങ്ങൾ പകർത്തി നടി രേവതിക്ക് അയച്ചു എന്നാണ് രഞ്ജിത്ത് പറഞ്ഞതായി യുവനടൻ വെളിപ്പെടുത്തിയത്. അപ്പോൾ അതിന് പിന്നാലെ പുറത്തു വരുന്ന കുറച്ചധികം വാർത്തകളുണ്ട്. രേവതിയുടെയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളാണ് അങ്ങനെ പുറത്തു പറയുന്നത്. മറ്റൊന്നുമല്ല, WCCയെ തകർക്കാൻ ആണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം പുറത്തു വരുന്നതെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ഭാഷയിൽ തന്നെയാണ് രേവതി പറയുന്നു എന്ന രീതിയിലാണ് രേവതിയുമായിട്ടുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.